ദുബൈയിൽ ഡ്രാഗൺ മാർട്ടിൻ്റെ അടുത്താണ് ഉള്ളത്. അപ്പം ചെറിയൊരു സ്പീക്കറൊക്കെ വാങ്ങാനുണ്ട് വണ്ടിയിലേക്ക്, അതായത് നമ്മളെ ബസ്സിലേക്ക്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ അനിയനുണ്ട് അസീർ, അതുപോലെ തന്നെ ബാസിത്തുണ്ട്, പിന്നെ നമ്മളെ സുഹൃത്ത് ഫൈസലും ഉണ്ട്. അപ്പോൾ നമ്മൾ ഡ്രാഗൺ മാർട്ടിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ ഭാഗത്താണ് ഉള്ളത്. അതിൻ്റെ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് വെളിയിലായിട്ട് ഇങ്ങനെ ഒരു രൂപം കാണാം, വലിയൊരു ഗ്ലോബ് പോലത്തെ സംഭവത്തിന് ഒരു ഡ്രാഗൺ ഇങ്ങനെ ചുറ്റിയിട്ടില്ലേ, അതിന് ചുറ്റും ചെറിയ ചെറിയ ഡ്രാഗണിൻ്റെ രൂപങ്ങളും. അപ്പോൾ ഡ്രാഗൺ മാർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചൈനൻ്റെ വെളിയിലുള്ള ഏറ്റവും കൂടുതൽ ചൈനീസ് പ്രൊഡക്റ്റൊക്കെ വെക്കുന്ന ഒരു ഹബ്ബാണിത്. അപ്പോൾ ഇത് ഓപ്പൺ ആയത് 2007 അതുപോലെ തന്നെ നിരവധി ഈ കാറ്റഗറിയിൽ ഒരുപാട് ആയിരക്കണക്കിന് ഷോപ്പുകളുണ്ട് ഇതിൻ്റെ അകത്ത്, ചെറുതും വലുതുമായിട്ട്. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഡ്രാഗൺ മാർട്ട് 2 എന്ന് പറഞ്ഞിട്ട് പുതിയത് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ സാധാരണ മാളൊക്കെ പോലെ ഫുഡ് കോർട്ട്, അതുപോലെ തന്നെ സിനിമ ഹാള്, മറ്റുള്ള ഷോപ്പും കാര്യങ്ങളും എന്തൊക്കെയോ ഉണ്ട്. ഈ കാണുന്നത് ചൈനീസ് വിഗുകളാണ് ലേഡീസിൻ്റെ. അപ്പോൾ ഇത് കാണുമ്പം ശരിക്കും ഒറിജിനൽ പോലെ ഉണ്ട്. ഇത് പല സ്റ്റൈലിൽ പല കളറിലായിട്ട് ഇവിടെ അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ഉള്ളത് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പോൾ ഇവിടെ വന്നാൽ ഒരുപാട് ഇതേപോലത്തെ ചെറിയ ചെറിയ ഫാൻസി ഐറ്റംസും, അതുപോലെ തന്നെ ടോയ്സ്, ഹാൻഡ് ബാഗ്, പിന്നെ ഇലക്ട്രോണിക്സ്, ഇതൊക്കെ വെക്കുന്ന കുറേ ഷോപ്പുകൾ കാണാൻ ചെറുത്. ഇതൊക്കെ കുറച്ച് ക്വാളിറ്റിയുള്ള ടോയ്സുകളാണ്. നമുക്ക് റിമോട്ടിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പല ടൈപ്പ് ടോയ്സ് ഉണ്ട് ഇവിടെ. പിന്നെ ഈ കാണുന്നതെല്ലാം കുട്ടികൾക്ക് ഇരുന്നിട്ട് കൺട്രോൾ ചെയ്ത് ഓടിക്കാൻ പറ്റിയ ടോയ്സുകളാണ്. ചെറിയ ചെറിയ മിനിയേച്ചർ കാറുകൾ, അതുപോലെ തന്നെ JCB, അങ്ങനത്തെ കുറേ ഐറ്റംസാണ്. പിന്നെ ഈ ഭാഗത്തായിട്ട് കുറേ LED ലൈറ്റൊക്കെ വെക്കുന്ന ഷോപ്പുകളുണ്ട്. ഇത് ഡിസ്പ്ലേ ഒക്കെ ചെയ്യാൻ വെക്കുന്നത്, അതുപോലെ തന്നെ ഈ ഹോളോഗ്രാഫിക് ലൈറ്റുകൾ, പിന്നെ ഇതുപോലെ ഫ്ലോറിലൊക്കെ സെറ്റ് ചെയ്യുന്ന ലൈറ്റൊക്കെ വെക്കുന്ന ഷോപ്പുകളാണ് അധികം ഈ ഭാഗത്ത്. ഇനി ഈ കാണുന്നതിൽ ഹോളോഗ്രാഫിക് ലൈറ്റാണ്, പക്ഷേ ഈ മൊബൈൽ ക്യാമറയിൽ ക്ലിയർ ആയിട്ട് വരുന്നില്ല. നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. അതിലിങ്ങനെ ഓരോ പിക്ചറാണ്, നമുക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ്ഡ് ആയിട്ട് ഓരോ ഫോട്ടോ അതിൽ വരുത്താൻ പറ്റും. പിന്നെ ഇതൊരു CCTVയും, അതുപോലെ തന്നെ ബാങ്ക് നോട്ട് കൗണ്ടർ, അതായത് ക്യാഷ് എണ്ണുന്ന മെഷീനില്ലേ, അതൊക്കെ വെക്കുന്ന ഒരു ഷോപ്പാണ്. ഇഷ്ടംപോലെ മെഷീൻ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്, ഉണ്ടല്ലേ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളങ്ങനെ ലാസ്റ്റ് ഈ വണ്ടിൻ്റെ ആക്സസറീസൊക്കെ വെക്കുന്ന ഷോപ്പിലെത്തി. ലൈറ്റ്, സ്പീക്കർ, മറ്റുള്ള ക്യാമറ, അതുപോലെ തന്നെ സ്ക്രീന്, അതൊക്കെ വെക്കുന്ന ഒരു ഷോപ്പിലാണ് ഉള്ളത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഡ്രാഗൺ മാളിൽ നിന്ന് വെളിയിൽ ഇറങ്ങി. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ല, സ്പീക്കർ. പക്ഷെ വേറെ നല്ല അടിപൊളി സ്പീക്കറൊക്കെ ഉണ്ട്, നമ്മൾ വാങ്ങിയിട്ടില്ല. കാരണം ആ സെയിം സാധനത്തിന് നമ്മൾ അബുദാബി മുസഫയിൽ സെയിം റേറ്റ് തന്നെയാണ്. അപ്പം പിന്നെ അഥവാ എന്തെങ്കിലും റീപ്ലേസ് ഒക്കെ ചെയ്യേണ്ട വന്നാൽ വീണ്ടും ദുബായിലേക്ക് വരേണ്ടി വരും എന്നുള്ളൊരു ബുദ്ധിമുട്ട് കാരണം നമ്മൾ ഏതായാലും മുസഫയിൽ നിന്ന് തന്നെ വാങ്ങാൻ തീരുമാനിച്ചു. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ കാറ് പാർക്ക് ചെയ്ത സ്ഥലം കാണുന്നില്ല ഗൈസ്. അപ്പം ഈ ഡ്രാഗൺ മാർട്ടിൻ്റെ ഏത് ഭാഗത്താണെന്നുള്ളൊരു എത്തുമ്പടി കിട്ടുന്നില്ല. അപ്പം ഇങ്ങനെ ചുറ്റുന്നു. മെയിൻ ഗേറ്റ് എവിടെയാണെന്നൊരു ഐഡിയ ഇല്ല. നമ്മൾ ഇറങ്ങിയത് നേരെ ബാക്കിലാറ്റാന്ന് തോന്നുന്നു. ഇതിപ്പോൾ ഇങ്ങനെ ചുറ്റി കറങ്ങിയെന്ന് എത്തിയാ. അപ്പോൾ ഫ്രണ്ട്സ്, വന്നിടത്തേക്ക് തന്നെ തിരിച്ച് നടക്കുകയെന്ന്.
ഇവിടുന്ന് ഒരാൾ മലയാളിനോട് പോയിട്ട് ഹിന്ദിയൊക്കെ സംസാരിച്ച് അന്നേരം അയാളിങ്ങോട്ട് ചോദിച്ചു നിങ്ങൾ മലയാളികളല്ലേ ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും അല്ലേ മലയാളി. അപ്പോൾ നമ്മളിങ്ങനെ ആ ഉരുണ്ടൊരു സാധനമുണ്ട്, വലിയ ഡ്രാഗൺ ഇങ്ങനെ ചുറ്റിപ്പിടിച്ചിട്ടുള്ള വലിയൊരു ഗ്ലോബ് പോലത്തെ സംഭവം. അപ്പോൾ അതും കപ്പിയിട്ട് നടക്കുന്നത് ഇങ്ങനെ. അപ്പം അത് നമ്മൾ വന്നതിൻ്റെ നമ്മൾ ഇറങ്ങിയിട്ട് ഇടത്ത് ഭാഗത്തേക്കാണ് നടന്നത്. അപ്പോൾ അവിടുന്ന് റൈറ്റ് പോയാലെത്തുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ കുറേ ഇങ്ങോട്ടേക്ക് നടന്നു വെറുതെ. അപ്പം നമ്മളെ വണ്ടിൻ്റെ അടുത്ത് തന്നെ എത്തി. അപ്പോൾ ഇവിടുന്ന് റൈറ്റ് പോയാലായിരുന്നു നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഒരു സ്ഥലം. പക്ഷെ നമ്മൾ നേരെ അങ്ങ് ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് ഇറങ്ങിയത്. ഫ്രണ്ട്സ്, അപ്പോൾ ഏതായാലും നമ്മൾ അബുദാബിയിലേക്ക് തിരിച്ചു പോയെന്ന്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ച് എന്താ അഭിപ്രായം ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ ഏതായാലും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ ബൈ.